താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എൻ പി ജയക്കുട്ടി, ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നിലവിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഇടതുപക്ഷം പ്രധാനമായും അവരുടെ ഒരു പ്രധാന ആയുധമായി കോൺഗ്രസിനെതിരെ CAA ഉയർത്തിക്കൊണ്ടുവരുന്നു. അതേസമയം തന്നെ ഇടത് മുന്നണിയിൽ നിന്ന് EP ജയരാജനെ പോലൊരാൾ പറയുന്നു BJPക്ക് മികച്ച സ്ഥാനാർത്ഥികളാണുള്ളത് എന്ന്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിക്ക് തിരുത്തേണ്ടി വരുന്നു, ഇവിടെ പോരാട്ടം UDFും LDFും തന്നെയാണെന്ന്. UDF ആകട്ടെ അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം പിണറായി വിജയൻ സർക്കാരിനെതിരെയാണ്. ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഈ അവസരത്തിൽ കേരളത്തിൽ കഴിയുമോ എന്ന് അവരും നോക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നു ശ്രീ എൻ പി ജയക്കുട്ടി? എനിക്ക് തോന്നുന്നത് കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള കടുത്ത ഭീതികൾ, ആശങ്കകൾ അവരുടെ ഏറ്റവും മനസ്സിന് മുമ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ കൊണ്ടുവരുന്ന കുറെ കൂടി തീവ്രമായിട്ടുള്ള ഹിന്ദുത്വ സമീപനങ്ങളെക്കുറിച്ചുള്ള ആശങ്കയാണ്. അത് പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമുദായങ്ങൾക്കകത്ത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ സമുദായത്തിനകത്ത് തന്നെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോലും യഥാർത്ഥത്തിൽ അത് ഈ ആശങ്ക ബാധിക്കുന്നുണ്ട്. കാരണം ഇത് കൂടുതലായിട്ട് ഹിന്ദുത്വ സവർണ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് വരികയാണ്. അത് ഈ പാർലമെൻറ്റിൽ നടത്തിയ ചെങ്കോല് അതുപോലുള്ള ഏർപ്പാടുകൾ, അത് കഴിഞ്ഞിട്ട് രാമക്ഷേത്രത്തിൻ്റെ അവിടെ കാണിച്ചിരിക്കുന്ന അഭ്യാസങ്ങൾ, ഇതെല്ലാം പ്രധാനമന്ത്രിയും അതുപോലെയുള്ള മന്ത്രിസഭയിലെ അംഗങ്ങളും രാഷ്ട്രീയ കക്ഷികളും ചേർന്നുകൊണ്ട് രാജ്യത്തെ ഒരു തികഞ്ഞ ഹിന്ദുത്വവാദ സവർണ ഹിന്ദുത്വത്തിൻ്റെ ഒരു മേഖലയാക്കി മാറ്റുന്നു. ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളെ ആ നിലയിൽ മാറ്റിമറിക്കുന്നു. അത് ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ഇത്തരത്തിലുള്ള സവർണതയുടെ രാഷ്ട്രീയം, സവർണതയുടെ പീഡനം അനുഭവിച്ച എല്ലാ വിഭാഗങ്ങളെയും അത് ആശങ്കാകുലരാക്കുന്നുണ്ട്. അവർ അംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചില്ലെങ്കിൽ ശരി, ഇതൊരു വസ്തുതയാണ്. രണ്ടാമത്തെ പ്രശ്നം, കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെ കേരള സർക്കാരിനെ കുറിച്ചുള്ള കടുത്ത ആശങ്കയും ഭീതിയും ജനങ്ങൾക്കിടയിലുണ്ട്. ഏത് തരത്തിലാണ് ജനങ്ങൾക്ക് കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ഒരു സുരക്ഷിതത്വം പോകുന്ന അനുഭവപ്പെടുക? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ അരക്ഷിതമായ ഒരു അവസ്ഥയുണ്ട്, അക്രമാസക്തമായ ഒരു അവസ്ഥയുണ്ട്. അത് നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയാത്ത വിധം വളരെയേറെ ജനങ്ങൾക്കിടയിൽ ഉത്കണ്ഠയുണ്ട്. ഈ രണ്ട് ഉത്കണ്ഠകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫലപ്രദമായിട്ട് രാഷ്ട്രീയ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന വിഭാഗം ഏത്, ഏറ്റവും ശക്തമായിട്ട് ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന കൂട്ടരാര്, ഏറ്റവും ശക്തമായിട്ടുള്ള ജനങ്ങളുടെ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന വിഭാഗമാര്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക. അതൊക്കെ നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ മോദിയുടെ ഗ്യാരണ്ടി, അദ്ദേഹം എന്തൊക്കെയോ ഗ്യാരണ്ടികൾ വിളിച്ച് പറയുന്നുണ്ട്. ആ ഗ്യാരണ്ടി 10 വർഷം കൊണ്ട് അദ്ദേഹം തരേണ്ടതായിരുന്നു. ആ ഗ്യാരണ്ടീൻ്റെ ഗുണം നാട്ടിൽ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നത്തെ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ഈ ആശങ്കയും മറ്റെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് UDFന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇപ്പം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അർത്ഥം UDF പൂർണ്ണമായിട്ടും 20 സീറ്റും പിടിച്ചിട്ട് 19 സീറ്റ് അവർ പിടിച്ചിട്ടുള്ളതാണ്. പക്ഷേ 19 സീറ്റിൽ ഒരു പക്ഷേ കുറേ സീറ്റുകൾക്ക് അവർക്ക് നഷ്ടപ്പെട്ടാൽ പോലും വളരെ സബ്സ്റ്റാൻഷ്യലായിട്ട് UDFന് അനുകൂലമായിട്ട് തന്നെയാണ് ഇപ്പോൾ അന്തരീക്ഷം നിലനിൽക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ശരി, ഈ CAA ഒരു പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് എത്താനുള്ള സാധ്യതകൾ ഒരു കണക്കുകൂട്ടലായി CPM ക്യാമ്പിലുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ ക്യാമ്പിലുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളാണ് UDF വോട്ട് പിൻബലത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അവിടെ ഈ നരേന്ദ്രമോദി വന്ന് നിരന്തരം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മറ്റ് ചില സാമുദായിക സാഹചര്യങ്ങളൊക്കെ ഉണ്ട് മധ്യ കേരളത്തിലൊക്കെ, താങ്കൾക്കറിയാമല്ലോ, അവരും മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ഒരു കണക്കുകൂട്ടലുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കെ UDFന് ഒരു മികച്ച വിജയം താങ്കൾ ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? അതിനൊന്നാമത്തെ കാര്യം, ക്രൈസ്തവരുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ LDFൻ്റെ ഭാഗത്തേക്ക് പോയിരിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ മനോഭാവം എന്താണ്? യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ UDFനെതിരായിട്ട് ഉള്ള ഒരു മനോഭാവം വ്യാപകമായി വളർന്നു വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്? കുറേ ആളുകളൊക്കെ പോയിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ക്രൈസ്തവർ പൊതുവിൽ അവരുടെ രാഷ്ട്രീയ സമീപനത്തിൽ BJP വിരുദ്ധവും കേരളത്തിലെ LDFന് CPM വിരുദ്ധവുമായ സമീപനം തന്നെ തുടരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ സബ്സ്റ്റാൻഷ്യൽ ക്രിസ്ത്യൻ വോട്ടും അവരുടെ പരമ്പരാഗതമായ രീതിയിൽ തന്നെ ചെയ്യപ്പെടും. രണ്ടാമത്തെ കാര്യം മുസ്ലിങ്ങളുടെയാണ്. അതെനിക്ക് കുറച്ച്
കുറച്ചുകൂടി ഉറപ്പായിട്ട് പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ CAA വിരുദ്ധമായിട്ടുള്ള സമീപനം, CAAക്കെതിരായിട്ട് പോരാട്ടം, അത് കേരളത്തിലെ 2-3 MP വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുമോ? അതിനെന്താ അർത്ഥമാണുള്ളത്? കേരളത്തിലെ CPMന് കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കൈവശമുള്ള 2 MP കൊണ്ട് ഡൽഹിയിൽ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ CAA കാര്യത്തിൽ കർശനമായി നിലപാടെടുക്കണമെങ്കിൽ, അതിനകത്തൊരു പരിഹാരം കാണണമെങ്കിൽ, അത് യഥാർത്ഥത്തിൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കോൺഗ്രസും UPയും അധികാരത്തിൽ വന്നാൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് രാഷ്ട്രീയ പരിഹാരം നൽകാൻ ശേഷിയുള്ള, അത് തയ്യാറുണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്താണോ അതിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന കൂട്ടരോടാണ്, ആരോടാണ് ജനങ്ങൾക്ക് പ്രതിപത്തി ഉണ്ടാവുക? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ UPA അല്ലാതെ മറ്റൊരാൾക്കൊണ്ടും അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അത് അവർക്ക് ബോധ്യമുണ്ട്. നാട്ടിൽ കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അതറിയാം.